ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ മോർണിംഗ് വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട് ഇടയ്ക്ക് രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നല്ല തിരക്കിലാട്ടോ. കാരണം നമുക്കിവിടെ സ്കൂളിൽ അക്കാഡമിക് ഇയർ തീരുന്ന സമയമായിട്ടോ. അപ്പോൾ പുതിയ സെക്ഷനിലോട്ട് കടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ എന്തായാലും ഇന്നലെ വൈകുന്നേരം മോനാട്ടോ എനിക്ക് പാത്രമൊക്കെ കഴുകി തന്നത്. അപ്പോൾ മോൻ കഴുകിയ പാത്രമെല്ലാം ഈ ഒരു ബാസ്ക്കറ്റിനകത്താണ് വെച്ചിരുന്നത്. അതപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് അതെല്ലാം അതാത് സ്ഥാനത്തേക്ക് തിരിച്ച് മടക്കി വെക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മോൻ ഇതുപോലെ എന്നെ സഹായിച്ചു തരാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം കേട്ടോ ചില സമയത്ത്. അപ്പോൾ പാത്രമൊക്കെ എല്ലാം എടുത്ത് അതാത് സ്ഥാനങ്ങളിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ കടല റോസ്റ്റും ആട്ടോ ഉണ്ടാക്കുന്നത്. റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ഗ്രേവി ആയിട്ടിരിക്കുന്ന ഒരു കടല. അപ്പം അതിന് വേണ്ടി ഞാൻ കടല ഇന്നലെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും ആട്ട കുഴച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം നടക്കുകയൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഞാനിനിയിപ്പം എല്ലാം ചെയ്യുന്നത്. അപ്പം രാവിലെ ഇപ്പം സമയം 5 മണിയൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ആട്ടയും കുഴച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കുറച്ച് സമയം നടക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ അധിക സമയമൊന്നുമില്ല, ഉള്ള സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ ഈ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആയി. ഇനിയിപ്പോൾ സമ്മറിലേക്ക് കിടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നേരത്തെ നമുക്കിതുപോലെ സൂര്യനൊക്കെ ഉദിക്കും. രാവിലെ നന്നായിട്ട് വെട്ടമൊക്കെ വരും കേട്ടോ. അപ്പോൾ കുറേ കരിയിലയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും ഇതൊക്കെ ഒന്ന് നമ്മുടെ പണി ചെയ്യുന്ന പണിക്കാരി അടിച്ചിട്ടേക്കുന്ന കേട്ടോ. അപ്പോൾ അതെന്തായാലും കത്തിച്ചേക്കാമെന്ന് കരുതി. കാരണം രാവിലെ സമയമാകുമ്പോഴത്തേക്കും മറ്റ് ടെൻഷനൊന്നുമില്ല. കാരണം അത് പകലൊക്കെ അത്യാവശ്യം നല്ല കാറ്റിൻ്റെ സമയം കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഈ കാറ്റിങ്ങനെ വീശുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കരിയില നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി മാവും അതുപോലെ തന്നെ പ്ലാവും അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതേ നിന്ന് കരിയില എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ തന്നെ ഇതങ്ങ് കത്തിച്ച് കളയുവാണെങ്കിൽ പിന്നെ അതിങ്ങനെ പറഞ്ഞിങ്ങ് പോരുമല്ലോ. പിന്നെ എന്താ പറയണേ, അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നടക്കാനൊക്കെ സമയം കിട്ടി. അപ്പോൾ ഇതൊക്കെ കത്തിച്ച് അങ്ങ് കൂട്ടിയതിന് ശേഷം പിന്നെ ഞാൻ രാവിലെ കുറച്ചധികം സമയം ഒരു 10-20 മിനിറ്റ് നേരം നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചാനെ എന്നും വിളിക്കും നടക്കാനായിട്ട്. പക്ഷേ ഇച്ചാൻ ഇങ്ങനെ ഓരോരോ പണികളൊക്കെ ആയതുകൊണ്ട് ഒട്ടും വരില്ല കേട്ടോ. ചില സമയത്ത് മാത്രമേ വരുള്ളൂ. സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുമില്ല കേട്ടോ. കാരണം ഓരോരോ പണിയുടെ തിരക്കിലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ അതിനകത്തോട്ട് ഞാനിങ്ങനെ വിളിക്കുന്ന സമയത്ത് വരത്തുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രൗണ്ടിൽ കൂടെ ഞാൻ രാവിലെ നടക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നടക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് കാരണം കുറേ ദൂരമൊന്നും നടക്കാനായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഞാനിങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു 15 മിനിറ്റ് കൂടുതൽ, മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ മിക്കവാറും ഞാൻ അങ്ങനെ സമയം നോക്കിയിട്ട് തന്നെ നടക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് ടൈഗർ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കും. ചിലപ്പോൾ എൻ്റെ പുറകെ തന്നെ നടക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആരും നോക്കാറൊന്നുമില്ല കേട്ടോ. ഇച്ചാൻ മിക്കവാറും വിളിക്കുന്ന സമയത്ത് വരാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നോക്കാൻ നിൽക്കാറൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുന്നത്, എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് ഞാനിതുപോലെ എല്ലാം ദിവസവും നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് കണ്ട് നമ്മുടെ ഈ മരത്തേൽ പൂവ് നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ പൂവും ഇലയും എല്ലാം ഇങ്ങനെ മുറ്റം നിറച്ചെപ്പോഴും വീണുകൊണ്ടേയിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു എന്താ പറയണേ, ഇലകളെല്ലാം കൊഴിയുന്നൊരു സമയം തന്നെയല്ല. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റിൻ്റെ സമയം കേട്ടോ. ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നമ്മുടെ സമ്മറിലോട്ട് കിടക്കുന്നതിന് മുമ്പുള്ള ഒരു സമയം ഭയങ്കര ഇതാണ്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഭയങ്കര ചൂടുമായിരിക്കും കേട്ടോ. നമുക്ക് ഒട്ടും പറ്റില്ല. ഇപ്പം നാട്ടിലൊക്കെ തന്നെ നല്ല ചൂടാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം നാട്ടിലെ ആ ഒരു ചൂടും ഇവിടുത്തെ ചൂടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇവിടെ നമുക്ക് അത്രയും ഒരു ലെവലിലോട്ടൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു എക്സ്ട്രീം ലെവലിലേക്കാണ് പോകുന്നത്. എന്തായാലും കുറച്ച് സമയം ഞാനിതുപോലെ ചെടിയുടെ ഇടയിലുള്ള ചെറിയ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ച് ഇതിനൊക്കെ ഞാൻ രാവിലെ ഒരു സ്വല്പ സമയം കണ്ടെത്തും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. എന്തായാലും ഇപ്പം സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിൽ കയറിയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഞാൻ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് റെഡിയാക്കണം. പിന്നെ മോനിപ്പോൾ അവധിയായിട്ടോ. ഇനിയിപ്പോൾ മോന് സ്കൂളിലൊന്നും പോകണ്ട. +1 ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് ഏപ്രിലാണ് നെക്സ്റ്റ് +2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല അവർക്ക്. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ഫൈനൽ എക്സാമിൻ്റെ ഡേ ആട്ടോ. നമ്മുടെ ഈ ഒരു അക്കാഡമിക് സെക്ഷൻ്റെ ലാസ്റ്റ് എക്സാമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ കടല കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് സവോളയും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള മസാല ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയിരിക്കുന്ന ഒരു കടലക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം
ഇത് നല്ല ടേസ്റ്റാണ്. ഈ ഒരു കടലക്കറി നമുക്കിതിനകത്തോട്ട് തേങ്ങയുടെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. തേങ്ങ അരച്ച് വെക്കുമ്പോൾ ചിലപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇത് മസാല വളരെ കുറച്ചിട്ടാണ്. ഇവിടുത്തെ ആളുകൾ ശരിക്കും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മസാല ചേർക്കും കേട്ടോ. ഞാൻ പക്ഷേ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന മസാല ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിനകത്ത് തന്നെ ഡയറക്റ്റ് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഞാൻ അതിനകത്തൊരു വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ കടുകിന് പകരം ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 200-250 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 4 സവോള കേട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടി നമുക്ക് കിട്ടും. അപ്പം അത് സവോള ഇവിടെ വഴരാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കടല, അപ്പോൾ ഇത് നാടൻ കടല കേട്ടോ, നല്ല ചെറിയ കടല, നല്ല ടേസ്റ്റാണ് ഈ ഒരു കടലയ്ക്ക്. കാരണം ഇവിടെ കടലയുടെ കൃഷിയൊക്കെ ധാരാളമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കടലയൊക്കെ കിട്ടും. അപ്പോൾ നാടൻ കടലയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ സവോളയൊക്കെ അവിടെ വഴന്നു വന്നോളൂ. നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ അതിനകത്തൊരു മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ചേർക്കുന്നത്. മിക്സിയിൽ അരച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മുറി തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവോളയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാലയുടെ കൂട്ട്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്താൽ കേട്ടോ. എന്നിട്ട് പിന്നെ ആ മസാല ചേർത്തു. അതിനോടൊപ്പം തന്നെ ഒരു മുറി തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് എണ്ണയിൽ വരട്ടിയെടുക്കും. എന്നിട്ട് കടലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നെഗരെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 7-8 വിസിലടുപ്പിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ കുറുകി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള കടലക്കറി നമുക്ക് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എനിക്ക് ഉച്ചക്കത്തേനും കൂടെ കൂടി ഒരു കറിയാകും. പിന്നെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല. ഞാൻ രാവിലെ എനിക്ക് മാക്സിമം ഞാൻ സിങ്കിനകത്ത് കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് പോകുള്ളൂ. പിന്നെ ലാസ്റ്റ് എനിക്ക് സമയം കിട്ടാതെ വരുന്ന സമയത്തുള്ള പാത്രങ്ങൾ മാത്രം മാറ്റി വെച്ചേക്കും. അത് പിന്നെ ബീന വന്ന് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അത്യാവശ്യമുള്ള പാത്രങ്ങൾ എല്ലാം ഒന്ന് കഴുകി മാറ്റി വെച്ചു. ഇനിയിപ്പം ഞാൻ വിചാരിച്ചു ഇച്ചാൻ പറഞ്ഞു ഇച്ചാന് ഇച്ചിരി കോഫി വേണമെന്ന് പറഞ്ഞു. അപ്പം കോഫി ഉണ്ടാക്കുവാണ്. ഇച്ചാൻ അവിടെ ഓഫീസിൽ എന്തൊക്കെയോ തിരക്കിട്ട പണികളാട്ടോ. കാരണം ഇന്നിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുറേ സംഭവങ്ങൾ സർക്കുലറും കാര്യങ്ങളും എല്ലാം കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളും എടുക്കലും അങ്ങനെ കുറേ തിരക്കിട്ട പരിപാടികളാണ്. അപ്പോൾ അങ്ങനെ ഇച്ചാനുള്ള കോഫിയൊക്കെ എടുത്തു കേട്ടോ. ഞാനപ്പോൾ എന്നിട്ട് ഓഫീസിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചാനോടെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഇന്ന് കുട്ടികൾക്ക് ഡ്രോയിങ്ങും അതുപോലുള്ള വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള എക്സാമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അവർക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാട്ടോ. കുട്ടികൾക്ക് കളറിങ് ചെയ്യാനുള്ള കുറേ എന്താ പറയുക ഔട്ട്ലൈൻസൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈൻസൊക്കെ എടുത്ത് അവർ പിന്നെ പല രീതിയിൽ അവരുടെ ഐഡിയാസ് ഒക്കെ വെച്ച് അതൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കിട്ടുമ്പോൾ നല്ല ഭംഗിയാണ്. കുട്ടികൾ അവരുടേതായിരിക്കുന്ന രീതിയിൽ ചെയ്ത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ കോപ്പീസും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയായിട്ടും എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാനും കൂടി കുറച്ച് സമയം നോക്കി നിന്ന് എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് സമയമൊക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾ പോയി കുളിച്ച് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതായിട്ടോ കടല ഗ്രേവിയും അതുപോലെ തന്നെ ചപ്പാത്തിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കടലയുടെ റെസിപ്പി ആട്ടോ ഇത്. അപ്പം ഇതിന് മുമ്പ് ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്ലാസ്സിൽ ഇപ്പതേ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഇന്നത്തെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടോ ഇത് കണ്ടോ. ഈ കുട്ടികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ ഐറ്റംസൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ പേരൻസ് ആട്ടോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു താങ്ക്സ് കൊടുക്കേണ്ടത്. കാരണം മക്കളെ അതേ രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ ഫൈനൽ ഡേ ആണ് ഈ അക്കാഡമിക് സെക്ഷൻ്റെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.